أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. وإذا قيل لهم لا تفسدوا في الأرض قالوا الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, അടുത്തുനിന്നും അകലെ നിന്നും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
പുണ്യങ്ങളുടെ പൂക്കാലം എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ റമദാനിൻ്റെ മഹത്വമാർന്ന പകലുകളിലൂടെ എന്നാൽ മുസ്ലിമീങ്ങൾ അവർ ആചരിച്ചു പോരുന്ന, അവർ വിശ്വസിച്ചു പോരുന്ന, അവർ ദഅവത്ത് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പ്രബോധന മേഖലയിൽ അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും തങ്ങളുടെ അനുഷ്ഠാന രീതികളും വിശ്വാസ രീതികളുമൊക്കെ അംഗീകരിച്ചുകൊണ്ടും ആചരിച്ചുകൊണ്ടും മുന്നോട്ടു പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ സംജാതമാകുമ്പോൾ ഇസ്ലാം സംഘടനകൾക്കും അതേപോലെ തന്നെ യുദ്ധങ്ങൾക്കുമൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് വിശ്വാസ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട പ്രത്യേകമായ സാഹചര്യത്തിലാണ്. അതല്ലെങ്കിൽ തങ്ങളുടെ മതസ്വാതന്ത്ര്യം ആ മേഖലയിൽ തങ്ങൾക്ക് വിലക്ക് കൽപ്പിക്കപ്പെട്ട പ്രത്യേകമായ സാഹചര്യത്തിലാണ് അങ്ങനെയുള്ള ഒരവസ്ഥ ഇസ്ലാം കൈക്കൊണ്ടിട്ടുള്ളത്. എന്തായിരുന്നു സഹോദരങ്ങളെ ബദറിന്റെ പശ്ചാത്തലം? ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ പ്രസിദ്ധമായ ഈ പോരാട്ടം നടക്കാനുള്ള പശ്ചാത്തലം എന്താണ്? നമ്മളേറെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യദീനിന്റെ പ്രബോധനവുമായി മക്കയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആ ആദർശം ജനങ്ങളോട് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ മൃഗീയമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും അല്ലാഹുവിന്റെ പ്രവാചകനും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച അനുചരന്മാരും വിധേയമാകുകയാണ്. അവിടെയുണ്ടായിരുന്ന ശത്രുക്കളിൽ നിന്ന് പറഞ്ഞറിയിക്കാനാകാത്ത മർദ്ദനങ്ങൾ അവർ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു, പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. ഒരുപാട് അനുചരന്മാർ മക്കയിൽ തന്നെ തങ്ങളുടെ ജീവിതം ദൈവമാർഗത്തിൽ സമർപ്പിക്കേണ്ടി വന്ന, ജീവൻ വരെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന അതികഠിനമായ പീഡനങ്ങൾ പ്രവാചകന്റെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയതാണ്. അവസാനം അതുകൊണ്ടൊന്നും അവസാനിക്കാതെ വന്നപ്പോൾ, പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കും അനുദിനം ശക്തി വർദ്ധിച്ചപ്പോൾ, ഇനിയൊരിക്കലും ജനിച്ചു വളർന്ന നാട്ടിൽ സമാധാനത്തോടുകൂടെ കഴിയാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ, അതേപോലെ തന്നെ അവിടുത്തെ അനുചരന്മാർ, ആ വിരലിലെണ്ണാവുന്ന അനുചരന്മാരെയുമായി മക്കയിൽ നിന്ന് ജനിച്ചു വളർന്ന നാട് ഉപേക്ഷിച്ച് കളിച്ചു വളർന്ന വീട്ടിൽ നിന്ന് വിട ചോദിച്ചുകൊണ്ട് പ്രിയപ്പെട്ടതെല്ലാം ദൈവമാർഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് ത്യജിച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് മദീനയുടെ മണ്ണിലേക്ക് അഭയാർത്ഥികളായി കടന്നു ചെല്ലുന്നു. മദീനയുടെ മണ്ണിൽ ചെന്ന് അവിടെ അഭയാർത്ഥികളായി മുഹാജിറുകളായി കടന്നു ചെല്ലുകയാണ് പ്രവാചകനും അനുചരന്മാരും. പക്ഷേ ശത്രുക്കളുടെ പീഡനം അവിടെ വെച്ചും അവസാനിക്കുന്നില്ല. അവസാനം മദീനയിലും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന, മദീനയിൽ ചെന്നപ്പോഴും അവിടെയും ഒരു സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടായപ്പോൾ ലോകത്തിന്റെ പ്രവാചകനത തന്നെ ആക്രമിക്കുകയും തനിക്കെതിരെ അക്രമങ്ങൾക്ക് കോപ്പുകൂട്ടുകയും ചെയ്യുന്ന മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളെ, ബഹുദൈവ വിശ്വാസികളെ, അവരെ ഒന്ന് തടയുവാനും അവർക്കെതിരെ ഒന്ന് നീങ്ങുവാനുമുള്ള ഒരു പ്രത്യേകമായ തയ്യാറെടുപ്പ് നടത്തുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത സത്യവിശ്വാസികൾ അവരേറെ ഇഷ്ടപ്പെട്ട സമ്പത്ത് മക്കയിൽ ത്യജിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് പോയത്. കാരണം അവരുടെ സമ്പത്ത് മക്കയിലുണ്ടായിരുന്ന അവരുടെ ശത്രുക്കൾ കൈയടക്കി വെച്ച് വെറും കൈയോടുകൂടെ മദീനയിലേക്ക് പലായനം ചെയ്യേണ്ട പ്രത്യേകമായ ഒരവസ്ഥ. നിങ്ങൾക്കറിയില്ലേ, ഹിജറയുടെ ചരിത്രം പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, പ്രവാചകന്റെ അനുചരന്മാരിൽ ഏറെ പ്രഗൽഭനും പ്രശസ്തനുമായ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. പ്രവാചകന്റെ കൽപ്പന പ്രകാരം ഹിജറ പോകാൻ ഒരുങ്ങുകയാണ്. ശത്രുക്കളുടെ ചാരക്കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് പാത്തും പതുങ്ങിയും അതാ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവാചകന്റെ അനുചരനെ, മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പിടിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും കൈക്കലാക്കുകയും ചെയ്ത അതിദയനീയമായ ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കുകയാണ്. അദ്ദേഹത്തോട് അവിടെയുണ്ടായിരുന്ന ശത്രുക്കൾ പറഞ്ഞത്, ഓ സുഹൈബേ, നീ മക്കയിലേക്ക് കടന്നു വന്നത് അത്തൈനാ സ്വഅലൂഖ, നീ ഒരു പരമദരിദ്രനായിട്ടാണ്. എന്നാൽ
ഇന്നിപ്പോൾ നീ മക്കയുടെ മണ്ണിൽ നിന്ന് പുറത്തു പോകുന്നത് പാലായനം ചെയ്യാനാണെന്ന്, പാലായനമാണെന്ന് പറഞ്ഞ് നീ ഇവിടെ നിന്ന് പുറത്തു പോകുന്നത് വത്തദ്ഹബു മലിക്കാ, നീ ഒരു വലിയ സമ്പന്നനായി രാജകീയമായ പ്രൗഢിയോടെയാണ് ഇവിടെ നിന്ന് നീ പാലായനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് നിനക്ക് പോകാം, അതിന് തടസ്സമില്ല. പക്ഷേ നീ ഏറെ സ്നേഹിക്കുന്ന സമ്പത്ത് നിന്റെ കൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ വളരെ പ്രഗൽഭനായ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു താനേറെ ഇഷ്ടപ്പെടുന്ന സമ്പൽ കൂമ്പാരമത മക്കയുടെ മണ്ണിൽ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പാലായനം ചെയ്ത് പ്രവാചകന്റെ തിരുമുമ്പിൽ വന്ന സ്വഹാബിയോട് ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റബിഹ സുഹൈബ്, സുഹൈബിന് ലാഭം സിദ്ധിച്ചിരിക്കുന്നു, സുഹൈബിന് ലാഭം ലഭിച്ചിരിക്കുന്നു. കാരണം എല്ലാ സമ്പത്തും ദൈവമാർഗത്തിൽ ഉപേക്ഷിച്ചുകൊണ്ടല്ലേ മദീനയിലേക്ക് വന്നത്. അതുകൊണ്ട് സുഹൈബിന് ഒട്ടും വ്യസനം വേണ്ട, ഒട്ടും പ്രയാസം വേണ്ട എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനതാ തന്റെ അനുചരനെ ആശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ അനുഭവിച്ച പീഡനങ്ങൾ. എങ്ങനെയാണ്? അങ്ങനെ മദീനയുടെ മണ്ണിലെത്തിയപ്പോൾ മക്കയിലെ മുസ്ലിമീങ്ങൾ വിട്ടേച്ചു പോയ സർവ്വസമ്പത്തുമതാ മുശ്രിക്കുകൾ കൈയടക്കി വെക്കുകയും എന്നിട്ട് ആ സമ്പത്ത് കൊണ്ട് തന്നെ കച്ചവടം ചെയ്യുകയും ചെയ്തിട്ട് മുസ്ലിമീങ്ങൾക്കെതിരെ ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അവരെ ആക്രമിക്കുവാനും അവരെ പ്രയാസപ്പെടുത്തുവാനും അവരെ പീഡിപ്പിക്കുവാനും മർദ്ദിക്കുവാനുമെല്ലാം അവരുടെ ഇസ്ലാമികമായ കാര്യങ്ങൾ നിലനിർത്തി പോരാനുള്ള, അത് പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനതാ അവരെ ഒന്ന് തടയാൻ തീരുമാനിക്കുകയാണ്. അബൂ സുഫിയാൻ, മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളുടെ വളരെ പ്രധാനിയായ അബൂ സുഫിയാനതാ ഷാമിന്റെ മണ്ണിലേക്ക് ഒരു കച്ചവട ആവശ്യാർത്ഥത്തിന് വേണ്ടി ഒരു വലിയ കച്ചവട സംഘവുമായി ഷാമിന്റെ മണ്ണിലേക്ക് പോയിരിക്കുകയാണ്. വൻ ലാഭവുമായിട്ടാണ് മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. ആ ലാഭം മുതലെല്ലാം ഇസ്ലാമിനെ നശിപ്പിക്കാൻ, മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയാൻ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മുസ്ലിമീങ്ങൾക്കെതിരെ തന്ത്രം മെനയാൻ അവർ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കിയ ലോകത്തിന്റെ പ്രവാചകൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കച്ചവട സംഘത്തെ തടയാൻ തീരുമാനിക്കുകയാണ്. ഒരു സംഘട്ടനത്തിന് വേണ്ടിയല്ല, ഒരു രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, നാട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, നിലനിൽപ്പിന് വേണ്ടിയതാ ലോകത്തിന്റെ പ്രവാചകൻ ആ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി തന്റെ അനുചരന്മാരുമായി പുറപ്പെടുകയാണ്. എന്താണ് പശ്ചാത്തലം? ബദർ സംഭവിക്കാനുള്ള പശ്ചാത്തലമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മുസ്ലിമീങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അബൂ സുഫിയാൻ പ്രവാചകന്റെ വരവ് മണത്തറിയുകയാണ്. മുഹമ്മദ് ഈ കച്ചവട സംഘത്തെ തടയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വിവരം ലഭിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടതാ മക്കയിലേക്ക് വേറെ ഒരു വഴി, ഒരു കുറുക്കു വഴിയിലൂടെ രക്ഷപ്പെടുകയും ആ രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ മക്കയിലേക്ക് വിവരമറിയിച്ചുകൊണ്ട് അബൂജഹലിനെ വിവരമറിയിക്കുകയാണ്. മുഹമ്മദ് ഈ കച്ചവട സംഘത്തെ തടയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വിവരം പറഞ്ഞപ്പോ അബൂജഹലത തന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യവുമായി ബദറിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെടുകയാണ്. എന്നാലോ വഴിയിൽ വെച്ച് അബൂ സുഫിയാൻ വളരെ വളരെ സുരക്ഷിതമായി മക്കയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു പോരാട്ടത്തിന് വേണ്ടി പുറപ്പെടേണ്ടതില്ലെന്ന വിവരമറിഞ്ഞിട്ടും അതാ അബൂജഹല് തിരിച്ചു വരാൻ തയ്യാറാകുന്നില്ല, മടങ്ങിപ്പോരാൻ തയ്യാറാകുന്നില്ല. മറിച്ചവൻ തീരുമാനിക്കുകയാണ്, ഇല്ല, തീർച്ചയായും മടങ്ങി വരുന്ന വിഷയമില്ല. ബദറിന്റെ രണഭൂമിയിലേക്ക്, ബദറിലേക്ക് പുറപ്പെടുക തന്നെ വേണം. അവിടെ ചെന്ന് ഒട്ടകങ്ങളെ അറുക്കണം, മദ്യപിക്കണം, നൃത്തമാടണം, മുഹമ്മദിന്റെ കഥ കഴിക്കണം, മുസ്ലിമീങ്ങളെ നശിപ്പിക്കണം, അല്ലാതെ തിരിച്ചു പോരുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞ് വളരെ അഹങ്കാരത്തോടുകൂടെയും ദുഷിച്ച മനസ്സുമായിട്ട് ലോകത്തിന്റെ പ്രവാചകനെതിരെയും അവിടുന്ന് ആ പ്രവാചകനിൽ വിശ്വസിച്ച അരിമ ശിഷ്യന്മാരെയും തകർത്തെറിയാനും അവരെ ഉന്മൂലനാശം വരുത്തുവാനും വേണ്ടി ബദറിന്റെ രണഭൂമിയിലേക്കതാ അബൂജഹൽ തന്റെ നേതൃത്വത്തിലുള്ള വലിയ സൈന്യവുമായി നടന്നു നീങ്ങുകയാണ്.
വിശുദ്ധ ഖുർആൻ അവരുടെ വരവിനെ തന്നെ, പുറപ്പാടിനെ തന്നെ പറഞ്ഞത്, ആ പുറപ്പാടിനെ സംബന്ധിച്ച് വിശദീകരിച്ചത് ഖറജൂ മിൻ ദിയാരിഹിം ബത്റൻ വരിആ അന്നാസ്. അവരതാ അവരുടെ ഭവനങ്ങളിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെട്ടത് എങ്ങനെയാണെന്നോ, ഖറജൂ അവരിതാ പുറപ്പെട്ടിരിക്കുന്നു, മിൻ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്ന്, ബത്റൻ വരിആ അന്നാസ് ജനങ്ങളെ കാണിപ്പിക്കുന്ന രൂപത്തിൽ, ആ പോരിമയാൽ, ആ അഹങ്കാരത്താൽ, ആ ദുഷ്ട മനസ്സുകളാൽ അതാ ബദറിലേക്ക് അവർ പുറപ്പെടുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ വിവരമറിയുന്നു. മക്കയിലെ തന്റെ ശത്രുക്കളായ, തന്റെ ആദർശത്തിന്റെ വൈരികളായ, എന്നും തങ്ങളെ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുന്ന അബൂജഹലടക്കം മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ അതാ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ബദറിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന വിവരം പ്രവാചകൻ അറിഞ്ഞപ്പോ തന്റെ അനുചരന്മാരെ വിളിക്കുകയാണ്, തന്റെ സ്വഹാബാക്കളെ വിളിക്കുന്നു. എന്നിട്ട് സ്വഹാബാക്കളിൽ മുഹാജിറുകളുണ്ടല്ലോ, അൻസാറുകളുണ്ടല്ലോ, ഈ രണ്ട് വിഭാഗം സ്വഹാബിമാരോടും കൂടിയാലോചന നടത്തുന്നു. ഓ സ്വഹാബത്തെ, ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമ്മുടെ തീരുമാനം എന്ത്? നമ്മൾ എന്ത് ചെയ്യണം? ശത്രുക്കൾ നമുക്കെതിരെ സർവായുധരാണ്. അവരതാ സർവസജ്ജീകരണങ്ങളുമായി നമുക്കെതിരെ പോരടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്നതാ അനുചരന്മാരോട് കൂടിയാലോചിക്കുമ്പോ മുഹാജിറുകൾ ലോകത്തിന്റെ പ്രവാചകനോട് പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് ധൈര്യമായി മുന്നേറുക, അങ്ങ് ധൈര്യമായി മുന്നേറൂ, അങ്ങ് ധൈര്യമായി ഞങ്ങളെ നയിക്കൂ പ്രവാചകരെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അതാ ഒരിക്കൽ തന്റെ ജനതയെ സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു യുദ്ധത്തിന് വേണ്ടി, ഒരു പോരാട്ടത്തിന് വേണ്ടി വിളിച്ച സമയത്ത്, ഫിലസ്തീൻ എന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നു പോകണമെങ്കിൽ അവിടെയുള്ള അമാലിക്ക ഗോത്രക്കാരോട് പോരാടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ ജനതയ്ക്ക് കൽപ്പന കൊടുത്തപ്പോ മഹാനായ മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം എന്തു ചെയ്തു? തന്റെ ജനതയെ ആ ജനതയെ യുദ്ധത്തിന് വേണ്ടി വിളിക്കുകയാണ്. തന്റെ ജനതയെ പോരാടാൻ വേണ്ടി, ആ സമൂഹത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വിളിച്ച സന്ദർഭത്തിൽ നന്ദികെട്ട ജനത പറഞ്ഞ വർത്തമാനം, ഓ നബിയേ, അങ്ങയോട് ഞങ്ങൾക്കൊരിക്കലും പറയാനാകില്ല. എന്താ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 24-ാമത്തെ വചനത്തിൽ കാണാം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയെ വിളിക്കുന്ന നേരം അപ്പോഴതാ ജനത മറുപടി കൊടുക്കുന്നു, ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹഉനാ ഖായിദൂൻ. ഓ മൂസാ, നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നീയും നിന്റെ രക്ഷിതാവും പോയി യുദ്ധം ചെയ്തോ. ഇന്നാ ഹഉനാ ഖായിദൂൻ, ഞങ്ങളിവിടെ ഇരിക്കാം. ഇതാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത, ഇസ്രായേൽ സമൂഹം ആ പ്രവാചകന് കൊടുത്ത മറുപടി. എന്നാൽ നമ്മുടെ നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ ജീവനേക്കാൾ സ്നേഹിച്ച, അവിടുന്ന് എന്ത് കൽപ്പനകൾ കൊടുത്താലും അത് ജീവിതത്തിൽ അക്ഷരം പതി പ്രാവർത്തികമാക്കുന്ന, ലോകത്തൊരു ജനതയും ഒരു നേതാവിനെ സ്നേഹിക്കാത്തത്ര സ്നേഹത്തിന്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് തന്നെ പ്രവാചകന്റെ അനുചരന്മാർ ആ റസൂലിനെ സ്നേഹിച്ചില്ലേ? ആ ഇസ്ലാമിന്റെ ശത്രുക്കൾ വരെ പറഞ്ഞു പോയില്ലേ, കിസ്റ കൈസർ ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങളിലേക്ക് ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്, അവരാരും തങ്ങളുടെ രാജാക്കന്മാരെ ബഹുമാനിക്കുന്നതിനേക്കാൾ മുഹമ്മദിന്റെ അനുയായികൾ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുന്നാര നബിയുടെ അനുചരന്മാർ ആ നേതാവിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അനുചരന്മാര് കൊടുത്ത മറുപടിയും ഹദീസിൽ കാണാം. എന്താണ് അനുചരന്മാര് കൊടുത്ത മറുപടി? നബിയെ, അങ്ങയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങ് ധൈര്യമായി നടന്നോ, ബദറിലേക്ക് നടന്നോ. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുത്തബിഊൻ. ഓ നബിയെ, നിങ്ങളും നിങ്ങളുടെ റബ്ബും യുദ്ധം ചെയ്തോ. ഫഇന്നാ മഅകുമാ മുത്തബിഊൻ, നിങ്ങളെ അനുഗമിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നല്ലേ അനുചരന്മാരിൽ മുഹാജിറുകൾ റസൂലുള്ളാഹിക്ക് കൊടുത്ത മറുപടി.
ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ് മുസ്ലിമീങ്ങളെ പറയുന്നത്. അൻസാറുകളോടും ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൂടിയാലോചന നടത്തുന്നു. കാരണം അൻസാറുകൾ മദീനക്കകത്ത് പ്രവാചകനെ സഹായിക്കാമെന്നേ കരാറ് ചെയ്തിട്ടുള്ളൂ. ബദർ നടക്കുന്നതാകട്ടെ മദീനക്ക് പുറത്തുമാണ്. അതുകൊണ്ട് അൻസാറുകളെ വിളിക്കുന്നു. അല്ല അൻസാറുകളെ, നിങ്ങളുടെ അഭിപ്രായം എന്ത്? നിങ്ങളുടെ തീരുമാനമെന്ത്? നമുക്കെന്തു ചെയ്യണം? ഈ സൈന്യവുമായി ഏറ്റുമുട്ടുന്ന നേരത്ത് നമ്മിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഈ സന്ദർഭത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതാ അൻസാറുകളോട് ചോദിക്കുമ്പോ അവരും അതാ തൃപ്തികരമായ മറുപടി കൊടുക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫസിർ അലാ ബറക്കത്തില്ലാ, അല്ലാഹുവിന്റെ ബറക്കത്തൊന്നുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നേറൂ നബിയേ, നിങ്ങൾ സഞ്ചരിച്ചോ പ്രവാചകരെ, നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകൂ നബിയേ, ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് മഹാനായ പ്രവാചകന്റെ അനുചരന്മാരിൽ അൻസാറുകളും പ്രവാചകന് മറുപടി കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എന്തൊരു സുന്ദരമായ മറുപടി, അവിടുത്തെ അനുചരന്മാരുടെ പ്രതികരണം. ജീവിതം നഷ്ടപ്പെട്ടാലും ആദർശത്തിന് വേണ്ടി പടപൊരുതാൻ അവരൊക്കെ ഏറെ സജ്ജരായിരുന്നു, ഏറെ തയ്യാറെടുത്തിരുന്നു. അങ്ങനെ അതാ ഇരു സൈന്യവും ബദറിന്റെ രണഭൂമിയിൽ താവളമടിക്കുകയാണ്. ബദറിൽ താവളമടിച്ചു ഇരു സൈന്യവും. ഒന്ന് ലോകത്തിന്റെ പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യമാണ്. മറ്റൊന്ന് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള മുശ്രിക്കുകളുടെ, കുഫാറുകളുടെ, സത്യനിഷേധികളുടെ സൈന്യമാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ രണ്ട് സൈന്യങ്ങളും ബദറിൽ താവളമടിക്കുന്ന പ്രത്യേകമായ സന്ദർഭം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള സൈന്യം എല്ലാം കൊണ്ടും ദുർബലരാണ്. അവർ ആവശ്യത്തിന് ആയുധമില്ലാത്തവരാണ്. അതുപോലെ തന്നെ യുദ്ധപാഠവമില്ലാത്തവരാണ്, യുദ്ധത്തിന്റെ തന്ത്രമറിയാത്തവരാണ്, ആൽബലവും സ്വാധീനവും അവർക്ക് പറ്റക്കുറവാണ്. അങ്ങനെയുള്ള ഒരു സൈന്യമാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം. എന്നാൽ അവരുടെ കൈവശങ്ങളിൽ വാഹനങ്ങൾ കുറവായിരുന്നെങ്കിലും, അവരുടെ കൈവശങ്ങളിൽ ആയുധം കുറവായിരുന്നെങ്കിലും, അവർക്ക് ആൽബലമുണ്ടായിരുന്നില്ലെങ്കിലും അവരുടെ ഹൃദയങ്ങളിൽ വെട്ടിത്തിളങ്ങുന്നൊരാദർശമുണ്ടായിരുന്നു. ആ ആദർശമല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാൽ മറുഭാഗത്ത് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സൈന്യമോ അവർ സർവായുധരാണ്, യുദ്ധപാഠവമുള്ളവരാണ്, യുദ്ധത്തിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് വിവരമുള്ളവരാണ്, പോരടിക്കാൻ ഏറെ തൽപരരാണ്. മാത്രമല്ല ആവശ്യത്തിന് അവർക്ക് വാഹനമുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, ആൽബലമുണ്ട്, സ്വാധീനങ്ങളുണ്ട്. എല്ലാ നിലക്കും ശക്തരായ ഒരു സൈന്യവുമായിട്ടല്ലേ നമ്മുടെ നേതാവ് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുചരന്മാരുമായി ഏറ്റുമുട്ടുന്നത്. നിങ്ങൾ നോക്കൂ, തികച്ചും ആ സൈന്യത്തിൽ നിന്ന് ദുർബലരായ മുശ്രിക്കുകളെ അപേക്ഷിച്ച് ദുർബലരായ ഒരു സമൂഹമാണ്, ദുർബലരായ ഒരു സൈന്യമാണ്. ഇങ്ങനെ ചരിത്രകാരന്മാര് പറയുകയാണ്, യുദ്ധം നടക്കുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങളുടെ ടെന്റിന്റെ അവസ്ഥയതാ ചരിത്രകാരന്മാര് വിശദീകരിക്കുന്നു. യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുമ്പ് മുസ്ലിമീങ്ങൾ തമ്പടിച്ചിട്ടുള്ള നാളത്തെ സുപ്രഭാതത്തിൽ യുദ്ധം നടക്കാൻ പോകുകയാണ്. യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള രാത്രിയിൽ അതാ മുസ്ലിമീങ്ങൾ താമസിച്ചിരുന്ന ടെന്റില്ലേ, ആ ടെന്റിന്റെ അവസ്ഥയതാ ചരിത്രകാരന്മാര് വിശദീകരിക്കുന്നു. അവിടെയുള്ള മുസ്ലിമീങ്ങള് അവിടെ തസ്ബീഹിൽ തന്നെ, അവര് ദിക്റിൽ തന്നെ, അവര് ദുആയിൽ തന്നെ, അവർ അല്ലാഹുവിനോട് മനംനൊന്ത് ദുആ ചെയ്യുകയാണ്, റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ്, അവനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നാഥാ, നാളത്തെ പ്രഭാതത്തിൽ നിന്റെ ദീനുമായി, നിന്റെ ദീനിനെ എതിർക്കുകയും നിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് നിന്റെ ദീനിനെതിരെ സംഘടിച്ച ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടമാണ്. നീ തുണക്കണേ നാഥാ. മുസ്ലിമീങ്ങളിലെ അവരുടെ ടെന്റിന്റെ അവസ്ഥ പറയുകയാണ് ചരിത്രകാരന്മാർ.
ബദരീങ്ങളുടെ നേതാവായ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ, മഹാനായ നമ്മുടെ നേതാവിന്റെ അവസ്ഥ എന്താണ്? അവിടുന്ന് ദുആയിൽ തന്നെയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, തപിക്കുന്ന മനസ്സുമായി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹദീസുകളിൽ കാണാം, അതാ ലമ്മാ കാന യൗമു ബദർ, ബദറിന്റെ ദിവസം കേൾക്കണോ, നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുശ്രികീന വഹും അൽഫുൻ വഅസ്ഹാബുഹു 319 റജുലാ. പല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം, ബദറിന്റെ ദിവസത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുശ്രിക്കുകളെ നോക്കുകയാണ്. അപ്പോൾ ബഹുദൈവ വിശ്വാസികൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ എത്രയുണ്ടെന്നോ, വഹും അൽഫുൻ, അവരായിരത്തോളമുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിന്റെ അനുചരന്മാരോ, അവര് 300-ൽ ചില്ലാനമാണ്. ഒരു റിവായത്ത് പ്രകാരം 316 അതേപോലെ തന്നെ വ്യത്യസ്തമായ റിവായത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്, ഹദീസുകളിൽ കാണാം. ഏതാണെങ്കിലും 300-ൽ ചില്ലാനം ആളുകൾ മാത്രമേ ഉള്ളൂ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാർ. അപ്പോഴാ ഈ അവസ്ഥയങ്ങ് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തു ചെയ്തുവെന്നോ, ഫസ്തഖ്ബല നബിയുല്ലാഹി അൽ ഖിബ്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ലയിലേക്ക് അങ്ങ് തിരിയുന്നു. ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട് സുമ്മ മദ്ദ യദൈഹി, അവിടുത്തെ 2 കരങ്ങളും അതാ നീട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ദുആ ചെയ്യാൻ ആരംഭിക്കുന്നു. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനീ, ഓ അല്ലാഹുവേ, നീ എന്നോട് വാഗ്ദാനം ചെയ്തത് നീ നിറവേറ്റണേ നാഥാ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനീ, എന്റെ നാഥാ, നീ എന്നോട് കരാറ് ചെയ്തത്, നീ എന്നോട് വാഗ്ദാനം ചെയ്തത് നീ എനിക്ക് നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തുഅബദു ഫിൽ അർളി ലാ തുഅബദു ഫിൽ അർൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ, റബ്ബേ, ഈ കൊച്ചു സംഘത്തെ, എണ്ണത്തിൽ കുറവുള്ള, വണ്ണത്തിൽ കുറവുള്ള, സായുധ ബലത്തിൽ കുറവുള്ള, ആൽബലത്തിൽ കുറവുള്ള, വാഹനങ്ങളുടെ വിഷയത്തിൽ കുറവുള്ള, യുദ്ധപാടവത്തിന്റെ വിഷയത്തിൽ ദുർബലരായ, എന്തുകൊണ്ടും ദുർബലരായ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും ഇവിടെ വെച്ച് നീ എങ്ങാനും പരാജയപ്പെടുത്തിയാൽ ലാ തുഅബദു ഫിൽ അർള്, പിന്നീട് നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു കൊച്ചു സംഘം നിന്റെ ഭൂമിയിൽ അവശേഷിക്കില്ല നാഥാ. റബ്ബേ, നീ രക്ഷിക്കണേ എന്നല്ലേ നമ്മുടെ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവിടുന്ന് കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് കൈമലർത്തുകയാണ്. ഈ കാഴ്ചയങ്ങ് കണ്ടപ്പോഴതാ ഹദീസിൽ കാണാം, ഹത്താ സഖത റിദാഉഹു അൻ മൻകിബൈഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിന്റെ ചുമലിലിട്ട തട്ടമതാ പ്രാർത്ഥനയുടെ ആ ശക്തി കൊണ്ട്, പ്രാർത്ഥനയുടെ ആ പ്രാർത്ഥനയിൽ മുഴുകിയത് കൊണ്ട് അവിടുത്തെ ചുമലിലെ തട്ടമതാ ഉതിർന്നു വീഴുകയാണ്. അങ്ങനെ ഫഅതാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തിരുമേനിയുടെ അരികിൽ വരുന്നു. ഫഅഖദ റിദാഹു, അവിടുത്തെ തട്ടമെടുത്തിട്ട് അവിടുത്തെ കയ്യിലേക്ക് അങ്ങ് നൽകിയിട്ട് ഫഅൽഖാഹു അലാ മൻകിബൈഹി, അവിടുത്തെ ചുമലിൽ പുതച്ചു കൊടുത്തുകൊണ്ട് പിന്നെ അതാ റസൂലിനോട് പറയുകയാണ്. എന്താണ് അവിടുന്ന് പറഞ്ഞതെന്നോ, യാ നബി അല്ലാഹുവിന്റെ റസൂലേ, കഫാക മുനാശദതക റബ്ബുക, നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിച്ചത് മതി നബിയേ, പ്രാർത്ഥിച്ചത് മതി റസൂലേ, സങ്കടം പറഞ്ഞത് മതി പ്രവാചകരെ. നിങ്ങളുടെ നാഥൻ ഫഇന്നഹു സയുൻജിസു ലക മാ വഅദക, അങ്ങയോട് കരാറ് ചെയ്തത് നിങ്ങളുടെ നാഥൻ നടപ്പാക്കാതിരിക്കില്ല നബിയേ. അതുകൊണ്ട് കരയല്ല നബിയേ, സങ്കടപ്പെടല്ലേ നബിയേ, കഷ്ടപ്പെടല്ലേ റസൂലേ. കഫാക, അങ്ങ് അവസാനിപ്പിക്കണേ നബിയേ. പ്രവാചകന് വല്ലാത്ത ഭയമാണ്, അവിടുത്തെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. ഈ ദീനിനോടുള്ള അവിടുത്തെ ആ ഉത്തരവാദിത്വ ബോധമായിരുന്നു അത്. നോക്കൂ നിങ്ങൾ, അങ്ങനെ അതാ നേരം പുലർന്നപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയുടെ അരികിൽ വഹയുമായി
സന്ദേശവുമായി വരികയാണ്, സന്തോഷവാർത്ത അറിയിക്കുകയാണ്. നിങ്ങൾ സൂറത്തുൽ അൻഫാൽ എടുത്തു പരിശോധിച്ചു നോക്കൂ. സൂറത്തുൽ അൻഫാലിൽ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനത്തിൽ മുസ്ലിമീങ്ങളെ, ലോകത്തിന്റെ നമ്മുടെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുന്നാര നബിക്കതാ അല്ലാഹു വഹീ കൊടുക്കുകയാണ്, ബദറിലേക്ക് നീങ്ങാൻ. എന്തിന് പ്രവാചകരെ അങ്ങ് പേടിക്കണം? ബദറിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അതാ ശത്രുക്കളിൽപ്പെട്ട അവരുടെ ധീരയോദ്ധാക്കൾ മരിച്ചു വീഴുന്ന രംഗമതാ പ്രവാചകൻ ഇങ്ങനെ കണ്ണിൽ കാണുകയാണ്. അതാ മാലാക ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുന്നു ഖുർആനിൽ നിന്ന് വചനം, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് സഹായം തേടിയ സന്ദർഭം ശ്രദ്ധേയമാണ്. നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗാസ തേടിയ സന്ദർഭം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ റസൂലേ, നിങ്ങൾ ദുആ ചെയ്തില്ലേ? നിങ്ങൾ സഹായം തേടിയില്ലേ? അല്ലാഹ് ഇതാ മറുപടി തന്നിരിക്കുന്നു. ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും, അവൻ നിങ്ങളെ സഹായിക്കും, സംശയം വേണ്ട. നിങ്ങൾക്ക് അവൻ മറുപടി തന്നിരിക്കുന്നു. ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, തുടരെയുള്ള 1000-ഓളം മാലാഖമാരെ ബദറിന്റെ രണഭൂമിയിൽ, ബദറിന്റെ രണാങ്കണത്തിൽ ഇറക്കിക്കൊണ്ട് നിങ്ങൾക്ക് ശക്തി പകരും കേട്ടോ. നിങ്ങൾ എന്തിനു പേടിക്കണം? ഭയപ്പെടേണ്ട പ്രവാചകരെ, ധൈര്യമായി മുന്നേറിക്കോ. റബ്ബിങ്കൽ നിന്നുള്ള പ്രത്യേകമായ ആഹ്വാനവും സമാധാന വചനവുമാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകന് അവതരിപ്പിച്ചു കൊടുത്തത്. ഇത് പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം തമ്പടിച്ചിട്ടുള്ള ടെന്റിന്റെ അവസ്ഥ ചരിത്രകാരന്മാര് വിശദീകരിക്കുകയാണ്. എന്നാൽ മുസ്ലിമീങ്ങളോട് ഏറ്റുമുട്ടാൻ ബദറിന്റെ മറുവശത്തതാ ടെന്റ് കെട്ടി താവളമടിച്ചിരിക്കുന്ന ശത്രുക്കളില്ലേ, അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ശത്രുക്കളില്ലേ, അവരുടെ ടെന്റിന്റെ അവസ്ഥയും ചരിത്രകാരന്മാര് വിശദീകരിക്കുന്നു. അവര് വലിയ സന്തോഷത്തിൽ തന്നെയാണ്, വലിയ ആഹ്ലാദത്തിൽ തന്നെ, വലിയ ആനന്ദത്തിൽ തന്നെയാണ്. ആനന്ദം കൊണ്ട് ആടിത്തിമർക്കുകയാണ്. അവരൊട്ടകങ്ങളെ അറുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്, മദാലസകൾ നൃത്തമാടുന്നുണ്ട്. നാളത്തെ പ്രഭാതത്തിൽ മുഹമ്മദിന്റെ കഥ കഴിക്കണം എന്ന ചിന്തയുമായി, മുഹമ്മദിനെ നശിപ്പിക്കണം എന്ന ചിന്തയുമായി, ഇസ്ലാമിനെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനാശം വരുത്തണം എന്ന ആഗ്രഹവുമായി ബദറിൽ താവളമടിച്ച ശത്രുക്കൾ വളരെയധികം സന്തോഷത്തോടുകൂടെ കഴിഞ്ഞുകൂടുകയാണ്. 2 സൈന്യം ഇതാ ബദറിൽ താവളമടിച്ചിരിക്കുന്നു, ഏറ്റുമുട്ടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പ്രഭാതമായാൽ സംഘട്ടനം നടക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ, ഈ ചരിത്രം നമ്മൾ അയവിറക്കുമ്പോ, റമദാനിന്റെ 17-ാമത്തെ സുദിനം കടന്നു വരുമ്പോ, ബദറിന്റെ ഓർമ്മ അയവിറക്കുമ്പോ, എന്റെ സഹോദരങ്ങളോട്, ഈ നാട്ടിൽ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലെ എന്റെ സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, എന്തിനാണ് ഇങ്ങനെ ഒരു സംഘട്ടനം നടന്നത്? നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? ബദറിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുണ്ട്. അതുപോലെ തന്നെ ബദറിന്റെ ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് തങ്ങൾക്ക് ആവശ്യമായ നിലക്കതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട വിഷയം എന്താണ്? എന്തിനാണ് ഈ സംഘട്ടനം നടന്നത്? ഒരു രാജ്യത്തിന്റെ അതിർത്തി തർക്കമായിരുന്നില്ല പ്രശ്നം, അതല്ലെങ്കിൽ ഒരു സ്വത്ത് തർക്കമായിരുന്നില്ല പ്രശ്നം, അതല്ലെങ്കിൽ ഒരു അധിനിവേശത്തിന്റെ വിഷയമായിരുന്നില്ല. ബദർ എന്ന ആ ശക്തമായ പോരാട്ടത്തിന്റെ പിന്നിലുള്ള കാരണം അതായിരുന്നില്ല. മറിച്ച് എന്തായിരുന്നു കാരണമെന്നോ? ഒരാദർശത്തിന്റെ പ്രശ്നമായിരുന്നു. ഒരാദർശത്തിന് വേണ്ടിയല്ലേ ലോകത്തിന്റെ പ്രവാചകനും മുശ്രിക്കുകളും തമ്മിൽ ബദറിൽ ഏറ്റുമുട്ടിയത്? ആ മക്ക രാജ്യത്തിന്റെ അധികാരം ലോകത്തിന്റെ പ്രവാചകൻ ആവശ്യപ്പെട്ടത് കൊണ്ടല്ലോ പ്രവാചകനെതിരെ അവര് പടനയിച്ചത്. അല്ലെങ്കിൽ
അവിടെയുള്ള ഭൗതികമായ വിഭവങ്ങൾ അത് തേടിപ്പിടിക്കാനോ അത് വെട്ടിപ്പിടിക്കാനോ പ്രവാചകനും അനുചരന്മാരും തയ്യാറായത് കൊണ്ടല്ലോ അവർക്കെതിരെ ശത്രുക്കൾ പടനീക്കം നടത്തിയത്. മറിച്ച് പ്രവാചകന്റെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലടക്കമതാ അവിടുത്തെ അനുചരന്മാർക്കൊരു ശക്തമായ ആദർശമുണ്ട്. മാത്രമല്ല ആ ആദർശത്തിനെതിരെയുള്ള ഒരു ആദർശമതാ അവരോട് പടപൊരുതിയ മുശ്രിക്കുകൾക്കുമുണ്ടല്ലോ. ഏതായിരുന്നു ആ ആദർശം? അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ആ ബദരീങ്ങളുടെ ആദർശം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ അതാ അവരോട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ മറ്റൊരു ഇലാഹില്ല കേട്ടോ. റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ ദുആ ചെയ്യാവൂ, അവൻ അല്ലാതെ ഒരു ആരാധ്യനില്ല. സർവ്വ ഇലാഹുകളെയും അങ്ങ് നിഷേധിച്ചുകൊണ്ട് ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ട് നഫി രൂപത്തിൽ അറബി ഭാഷ പഠിച്ചവർക്കറിയുമല്ലോ, നിഷേധ രൂപത്തിൽ സർവ്വ ഇലാഹുകളെയും അങ്ങ് നിഷേധിച്ചിട്ട് ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അങ്ങ് ഇസ്ബാത്ത് ചെയ്തിരിക്കുകയാണ്, റബ്ബിനെ അങ്ങ് സ്ഥിരപ്പെടുത്തുകയാണ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് റസൂലുള്ള പ്രഖ്യാപിക്കുന്നു. അതാണ് പ്രവാചകന്റെ ആദർശം. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആദർശമനുസരിച്ചുകൊണ്ട് 5 നേരങ്ങളിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരത്തിന്റെ സമയത്തും അതാ അവര് അല്ലാഹുവിന്റെ മുമ്പിൽ എടുക്കുന്ന കരാർ എന്താണ്? ബദരീങ്ങൾ എടുക്കുന്ന കരാർ എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആ പ്രതിജ്ഞയുടെ ഭാഗമായി സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾ അവരുടെ ആ ആദർശമതാണ്. അവരെ ആരാധന നടത്തുന്നത് അല്ലാഹുവിന് വേണ്ടി മാത്രം, അവര് പ്രാർത്ഥന നടത്തുന്നത് അവരുടെ റബ്ബിനോട് മാത്രം, അവര് സഹായം തേടുന്നത് അല്ലാഹുവിനോട് മാത്രം. ആ നിലക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ അത് അവര് കരാറുമെടുക്കുന്നു. എന്നാലോ മുസ്ലിമീങ്ങളോട് ഏറ്റുമുട്ടുന്ന ശത്രുപക്ഷത്തിന്റെ ആദർശം എന്താണ്? അവരല്ലാഹുവിനെ ആരാധിക്കുന്നു, സംശയം വേണ്ട. അവരല്ലാഹുവിനെ ആരാധിക്കുന്നുണ്ട്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവിന് ആരാധനകൾ നടത്തുന്നുണ്ട്. പക്ഷേ അല്ലാഹു അല്ലാത്തവരോടും അവരെ ആരാധന നടത്തുന്നുണ്ട്, അല്ലാഹു അല്ലാത്തവരോടും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ നമസ്കരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബ എടുത്തു പരിശോധിച്ചാൽ കാണാം, അവരതാ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് ചൂളം വിളിയായി അതേപോലെ തന്നെ മുട്ടുവിളിയായി അവരുടെ ഒരു ആരാധന എന്നുള്ള നിലക്കൊരു സ്വലാത്ത് അവരും നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരും ഹജ്ജ് നിർവഹിച്ചിരുന്നു. ഹദീസുകളിൽ നമുക്ക് കാണാം അവരും തൽബിയത്ത് ചൊല്ലിയിരുന്നു, അവരും ആശൂറയുടെ നോമ്പ് നോറ്റിരുന്നു. അല്ലേ, ഖുറൈശികൾ തസൂമു യൗമ ആശൂറയുടെ ദിവസത്തിൽ മുഹറം 10 ഖുറൈശികളും നോമ്പനുഷ്ഠിക്കുന്നു. റമദാനിലെ നോമ്പേ അവരനുഷ്ഠിക്കാത്തതുള്ളൂ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? അല്ലാഹുവിനോട് ആരാധിക്കുന്ന മക്കാ മുശ്രിക്കുകൾ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മക്കാ മുശ്രിക്കുകൾ, അതുപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കുന്ന മക്കാ മുശ്രിക്കുകൾ, മാത്രമല്ല തൽബിയത്ത് ചൊല്ലുന്ന മക്കാ മുശ്രിക്കുകൾ, അതുപോലെ തന്നെ അവരുടേതായ നിലക്കുള്ളൊരു പ്രാർത്ഥന സ്വലാത്ത് നടത്തുന്ന മക്കാ മുശ്രിക്കുകൾ, ഇങ്ങനെ പലതും അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കുള്ള തകരാർ എവിടെയാണ്? അവർക്കുള്ള പിഴവ് എവിടെയാണ്? അല്ലാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം, അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യേണ്ടതിന് പകരം, റബ്ബിനോട് മാത്രം സഹായം തേടേണ്ടതിന് പകരം, അല്ലാഹുവിന് വേണ്ടി മാത്രം ഹജ്ജ് നിർവഹിക്കേണ്ടതിന് പകരം, അല്ലാഹുവിന് വേണ്ടി മാത്രം തൽബിയത്ത് ചൊല്ലേണ്ടതിന് പകരം, റബ്ബിന് വേണ്ടി മാത്രം നോമ്പനുഷ്ഠിക്കേണ്ടതിന് പകരം, ഇങ്ങനെ ഇസ്ലാമിന്റെ എന്തൊക്കെ ആരാധനകളുണ്ടോ അതൊക്കെ സർവ്വലോക പരിപാലകനായ നാഥന് വേണ്ടി മാത്രമല്ലേ അർപ്പിക്കേണ്ടത്. എന്നാൽ അതാ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന മക്കാ മുശ്രിക്ക് അവിടെയുള്ള ലാത്തയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉസ്സയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന, തൗഹീദി പ്രബോധനത്തിന് വേണ്ടി ത്യാഗം സഹിച്ച, കഠിന പ്രയത്നങ്ങൾക്ക് അഗ്നികുണ്ഡത്തിലേക്ക് എടുത്തെറിയപ്പെട്ട, അല്ലാഹു എന്റെ ഖലീലാണെന്ന് പരിചയപ്പെടുത്തിയ ആ മഹാനായ പ്രവാചകൻ, ആ പുന്നാര പ്രവാചകന്റെ മോനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഈ 2 പ്രവാചകന്മാരുടെ കരങ്ങളാൽ പടുത്തുയർത്തപ്പെട്ട ലോകത്ത് 1ാമത്തെ മന്ദിരമായ പരിശുദ്ധ കഅബാലയം,
അള്ളാഹനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ലോകത്ത് പടുത്തുയർത്തപ്പെട്ട ആദ്യത്തെ ഗേഹമാണ്, ഒന്നാമത്തെ പള്ളിയല്ലേ നമ്മുടെ മക്കയിലുള്ള പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിന്റെ അകത്ത് തന്നെ അത് നിർമ്മിക്കപ്പെട്ട മഹാന്മാരായ പ്രവാചകന്മാരുടേതടക്കമതാ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിലതാ അവരവരുടേതായ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവരോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നം എവിടെയാണ്? ബദർ എന്ന രക്തരൂക്ഷിതമായ പോരാട്ടം നടക്കാൻ അതിന്റെ അടിസ്ഥാനപരമായ കാരണം എവിടെയാണ്? മാത്രം എന്ന പോയിന്റിലല്ലേ രണ്ട് ജനതയും തമ്മിൽ വിയോജനം കുറിപ്പ് രേഖപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബിമാരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്ത് നബിയടക്കം അവിടുത്തെ അനുചരന്മാര് പറയുന്നു, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ, അതുപോലെ തന്നെ സഹായതേട്ടം റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. എന്നാൽ മക്കത്തുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞു, അല്ലാഹുവിനോടും ദുആ ചെയ്യാം, അല്ലാഹുവിനും ആരാധന ചെയ്യാം, അവനിലേക്ക് അടുത്തുപോയ അവന്റെ മഖ്ലൂക്കുകളെ പടപ്പുകളെയും വിളിച്ചു ദുആ ചെയ്യാം. അതിനുള്ള കാരണം എന്തെന്നോ? ഞങ്ങളൊക്കെ പാപികളാണ്, ഞങ്ങളൊക്കെ സാധുക്കളാണ്. ഈ സാധുക്കളായ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് സാമീപ്യം വേണ്ടേ? റബ്ബിന്റെ അടുക്കൽ സാമീപ്യം ലഭിക്കണമെങ്കിൽ ഇവരിലൂടെയല്ലാതെ സാധ്യമല്ല. അതല്ലേ ഖുർആൻ പറഞ്ഞത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. എന്റെ സഹോദരന്മാർ, ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുന്നത് വരെ നിഷ്പക്ഷമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. സംഘടനാപരമായ പക്ഷപാതിത്വം വേണ്ട. ആ രൂപത്തിലുള്ള സങ്കുചിത മനസ്കതയെല്ലാം മാറ്റിവെച്ചിട്ട് ആത്മാർത്ഥമായി നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എനിക്കും നാളെയുടെ ലോകത്തേക്ക് കടന്നു പോകണമല്ലോ. എന്റെ റബ്ബേ ഏതേത് സമയത്ത് എന്നെ വിളിച്ചാലും, മലക്കുൽ മൗത്ത് എന്നെ എപ്പ വിളിച്ചാലും, എപ്പ എന്റെ റൂഹിനെ പിടിക്കാൻ എന്റെ അരികിലേക്ക് വന്നാലും ഞാൻ കിടന്നു കൊടുക്കണമല്ലോ. ആ നേരം മുതൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഖബർ ജീവിതവും മഹ്ശറിന്റെ വൻമുറ്റത്ത് ഒരുമിച്ച് കൂടുന്ന ജനകോടികളെ വിചാരണ ചെയ്ത് നന്മയാണെങ്കിൽ നന്മയും തിന്മയാണെങ്കിൽ തിന്മയുമൊക്കെ നൽകി സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ അയക്കുമ്പോ അവിടെ എന്നെ തുണക്കാൻ ആരുമുണ്ടാകില്ലല്ലോ, അവിടെ എന്നെ രക്ഷിക്കാൻ ആരുണ്ടാകില്ലല്ലോ. ഇവിടെ എന്നെ തുണക്കുന്ന എന്റെ നാട്ടുകാരോ, എന്റെ പ്രിയപ്പെട്ടവരോ, എന്റെ പ്രിയപ്പെട്ട പത്നിയോ, എന്റെ വാത്സല്യ നിധികളായ എന്റെ മക്കളോ, എനിക്കത്താണിയും അവലംബവുമേകുന്ന എന്റെ കുടുംബമോ എന്ന് വേണ്ട. ലോകത്താരെങ്കിലും എന്നെ തുണക്കാനുണ്ടാകുമോ? ഇല്ല. ഞാനായി, എന്റെ അമലായി, എന്റെ വിശ്വാസമായി, എന്റെ നിലപാടായി അവിടെ എന്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യുന്ന നേരത്ത് എനിക്കും രക്ഷപ്പെടേണ്ടതില്ലേ? അതുകൊണ്ട് ഞാനൊന്ന് ചിന്തിക്കേണ്ടതില്ലേ? ഞാനൊന്ന് പഠിക്കേണ്ടതില്ലേ? അല്ലാഹുവിന്റെ ദീനൊന്ന് ശരിക്ക് മനസ്സിലാക്കാതെ അവന്റെ അരികിലേക്ക് മടങ്ങിച്ചെന്നാൽ എന്റെ കഥ എന്തായിരിക്കും? അതുകൊണ്ട് ആ നിഷ്പക്ഷ മനസ്സോടുകൂടെ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണേ എന്റെ സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റസൂലിനെതിരെ, നമ്മുടെ മുത്തുനബിക്കെതിരെ പടനയിച്ച മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നു എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം സൂറത്തുൽ അങ്കബൂത്ത്, അൽ അങ്കബൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അധ്യായമില്ലേ ഖുർആനിൽ? അതിന്റെ 63-ാമത്തെ വചനത്തിൽ അത് അല്ലാഹു പറയുകയാണ്. ആരെ കുറിച്ച് പറയുന്നു? റസൂലിനെതിരെ പടപൊരുതിയ, നമ്മുടെ ബദരീങ്ങൾക്കെതിരെ പടനീക്കം നടത്തിയ, അവർക്കെതിരെ വാളോങ്ങിയ, ബദറിന്റെ രണാങ്കണത്തിൽ മുത്തുനബിയെ വധിക്കാൻ ഒരുങ്ങിയ ഈ ഇസ്ലാമിന്റെ ബദ്ധവൈരികളുടെ സമീപനമാണ് ഖുർആൻ പറയുന്നത്. എന്താണ് പറയുന്നതെന്നോ? ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. ആ അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകളില്ലേ, അവരുടെ നിലപാട് എന്തെന്നറിയുമോ? ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, ജീവിതത്തിൽ അതാ വലിയ ബുദ്ധിമുട്ടുകൾ അകപ്പെടുമ്പോ അവരെന്തു ചെയ്തു?
ഫഇദാ റകിബു ഫിൽ ഫുൽകി, കടലിലൂടെ അവരങ്ങനെ കപ്പലിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കാറ്റും കോളും വന്ന് കപ്പൽ ഈ നടുക്കടലിൽ വെച്ച് തകർന്നടിഞ്ഞ് ഇവിടെ ജീവൻ കൈവടിയേണ്ടി വരും എന്നങ്ങ് ചിന്തിക്കുന്ന നേരത്ത് തങ്ങളുടെ ഇലാഹുകളെ മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട്, തങ്ങളുടെ ആരാധ്യന്മാരെ മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട്, അവരെ കുറിച്ചൊന്നും ഓർക്കാതെ അവരതാ അണ്ഡകടാഹങ്ങളുടെ നാഥനായ, വായുമണ്ഡലത്തിന്റെ രക്ഷിതാവായ, അനുഗ്രഹങ്ങളുടെ ദാതാവായ, കരുണാമയനായ, കരുണയുടെ കടലായ ആ നാഥനെ വിളിക്കാൻ ഒരുങ്ങുകയാണ്. ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരതാ ആത്മാർത്ഥമായിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ കാക്കണേ, രക്ഷിക്കണേ, ഈ നടുക്കടലിൽ വെച്ച് അപകടത്തിൽ പെടുത്തല്ല എന്നങ്ങ് ദുആ ചെയ്തിട്ട് ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, കരയിലേക്കെങ്ങാനും അവരങ്ങ് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴവരുടെ നിലപാട് വീണ്ടും മാറുന്നു. ഇദാഹും യുശ്രികൂൻ, പിന്നെയും അവർ പങ്കുചേർക്കുന്നു, പിന്നെയും സർവേശ്വരനായ നാഥനിൽ അവരതാ പങ്കുചേർക്കുകയാണ്. റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിഗ്രഹത്തിന്റെ മുമ്പിൽ അവരുടെ സങ്കടം ബോധിപ്പിക്കുന്നു, ഉസ്സയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ അതാ അല്ലാഹനെ പ്രാർത്ഥിക്കുന്ന മക്ക മുശ്രിക്ക് മറ്റുള്ളവരെയും പ്രാർത്ഥിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, പറ്റില്ല, പറ്റില്ല, ഈ ആദർശം ഇസ്ലാമികമല്ല, ഇത് വെച്ച് പൊറുപ്പിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് എന്റെ റബ്ബെന്നെ നിയോഗിച്ചിരിക്കുന്നത് ഏകനായ നാഥനെ മാത്രം ആരാധിക്കുവാനും അവനോട് ദുആ ചെയ്യുവാനുമാണ്. ഇതാണ് സഹോദരങ്ങളെ ബദർ എന്ന ഈ ശക്തമായ പോരാട്ടത്തിന്റെ പിന്നിലുള്ള ആദർശപരമായ വ്യതിരക്തത. അതാണ്, അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റോ. അതാ ബദറിലേക്ക് പുറപ്പെടുമ്പോൾ വരെ മക്കയിലെ മുശ്രിക്കുകൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ അതാ അവര് കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ട്, കഅബയിൽ തൂക്കിയിട്ടിരിക്കുന്ന വിരി പിടിച്ചുകൊണ്ട് ദുആ ചെയ്തത് ആരോടാ? എന്റെ സഹോദരന്മാരെ, ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ അതാ രേഖപ്പെടുത്തി വെക്കുന്നു, അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള മക്കയിലെ മുശ്രിക്കുകൾ ബദറിലേക്ക് പുറപ്പെടുമ്പോ പരിശുദ്ധ കഅബാലയത്തിന്റെ മേൽ വിരിച്ചിട്ടുള്ള വിരിയിൽ പിടിച്ചുകൊണ്ടതാ അവര് ദുആ ചെയ്യുന്നത് ആരോടെന്നോ? ലാത്തയോടല്ല, ഉസ്സയോടല്ല, മനാത്തയോടല്ല, അല്ലാഹുവിന്റെ റസൂലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിഗ്രഹങ്ങളോടല്ല, അല്ലെങ്കിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ വിഗ്രഹത്തോടല്ല. കാനൽ മുശ്രികൂന ഹീന ഖറജൂ മിൻ മക്കത ഇലാ ബദരിൻ അഖദൂ ബി അസ്താരിൽ കഅബതി ഫസ്തൻസറുല്ലാഹ് وقالوا اللهم انصر أعلى الجندين وأكرم الفئتين وخير القبيلتين. എന്താണ് അവർ ദുആ ചെയ്തത്? കാനൽ മുശ്രികൂന, മുശ്രിക്കുകളായിരുന്നു, ഈന ഖറജൂ മിൻ മക്ക, മക്കയിൽ നിന്ന് അവർ പുറപ്പെട്ടു, ഇലാ ബദരിൻ, ബദറിലേക്ക്. അപ്പോഴെന്താ അവർ ചെയ്തതെന്നോ? അഖദൂ ബി അസ്താരിൽ കഅബ, കഅബയിൽ തൂക്കിയിട്ടിരിക്കുന്ന വിരിയിലതാ അവര് പിടിച്ചോ. ആ വിരിയിലങ്ങ് പിടിച്ചിട്ടതാ അവര് ദുആ ചെയ്യുകയാണ്. ഫസ്തൻസറുല്ലാഹ്, അവരതോ അല്ലാഹുവിനോട് സഹായം തേടുകയാണ്. മുത്തുനബിക്കെതിരെ റബ്ബിനോട് സഹായം തേടുകയാണ്. എന്താണ് അവര് ദുആ ചെയ്തതെന്നോ? അല്ലാഹുമ്മ അൻസുർ അഅലൽ ജുൻദൈൻ, ഈ രണ്ട് സൈന്യങ്ങൾ നാളത്തെ പ്രഭാതത്തിൽ ഏറ്റുമുട്ടുന്ന നേരത്ത് റബ്ബേ, ഇതിൽ ഏറ്റവും നല്ല ഉന്നതമായ സൈന്യത്തെ നീ സഹായിക്കണേ. വഅക്രമൽ ഫിഅതൈൻ, ഈ രണ്ട് ഗ്രൂപ്പിൽ, ഈ രണ്ട് വിഭാഗത്തിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവരെ നീ സഹായിക്കണേ. വഖൈറൽ ഖബീലതൈൻ, ഈ രണ്ട് വിഭാഗത്തിൽ ഏറ്റവും ഖൈറായിട്ടുള്ളതിനെ നീ തുണക്കണേ എന്നല്ലേ മക്കയിലെ മുശ്രിക്കുകൾ ദുആ ചെയ്തത്. നോക്കൂ നിങ്ങൾ, അപ്പൊ വ്യത്യാസം എവിടെയാണ്? വ്യത്യാസം എവിടെയാണ്? മാത്രം എന്ന പോയിന്റിലല്ലേ വിയോജിക്കുന്നത്? മുശ്രിക്കുകൾ എല്ലാവരോടും ദുആ ചെയ്യുന്നു, അവരെല്ലാവരോടും ആരാധന നടത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ അടക്കമുള്ള അവിടുത്തെ അനുചരന്മാരും മുത്തുനബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബിയും അനുചരന്മാരും എല്ലാം അല്ലാഹുവിനോട് തന്നെ.
ഇതിന്റെ പേരിലല്ലേ അവര് തമ്മിൽ സംഘട്ടനം നടക്കുന്നത്? ഈ മാത്രത്തിന്റെ പോയിന്റിലല്ലേ സംഘട്ടനം നടക്കുന്നത്? രക്തവും തമ്മിൽ ഏറ്റുമുട്ടുകയല്ലേ? സഹോദരനും തമ്മിൽ ഏറ്റുമുട്ടുകയല്ലേ? ഉപ്പയും പിതാവും തമ്മിൽ ഏറ്റുമുട്ടുകയല്ലേ? അങ്ങനെ അതാ അതിശക്തമായ പോരാട്ടം ബദറിന്റെ രണാങ്കണത്തിൽ നടന്നിട്ട് അല്ലാഹുവിന്റെ വാഗ്ദാനം പോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണമായ വിജയം ലഭിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് പരിപൂർണമായ വിജയം ലഭിക്കുന്നു. അല്ലാഹ് അതാ വഹി കൊടുക്കുന്നു മലക്കുകൾക്ക്. നിങ്ങൾ സൂറത്തുൽ അൻഫാൽ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അല്ലാഹ് മലക്കുകൾക്ക് വഹി കൊടുക്കുകയാണ്. എന്താ മലക്കുകൾക്ക് കൊടുത്ത വഹിയെന്നോ? إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان. സൂറത്തുൽ അൻഫാലിലെ 8-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനമാണ്. ഇത് യൂഹി റബ്ബുക ഇലൽ മലായിക. മലക്കുകൾക്ക് അല്ലാഹ് വഹി കൊടുത്ത സന്ദർഭം ശ്രദ്ധേയമാണ്. എന്താണ് അല്ലാഹ് വഹി കൊടുത്തതെന്നോ? അന്നീ മഅക്കും, ഞാൻ ഇതാ നിങ്ങളോട് കൂടെയുണ്ട് കേട്ടോ മാലാഖമാരെ, എന്റെ മലക്കുകളെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഫസബ്ബിതുൽ ലദീന ആമനൂ, നിങ്ങൾ വിശ്വാസികൾക്ക് സ്ഥൈര്യം പകരണേ. നിങ്ങൾ ഈമാനുള്ളവർക്ക് രണഭൂമിയിൽ ധൈര്യം പകരണേ. അവർക്ക് നിങ്ങൾ ധൈര്യം പകർന്നു കൊടുക്കണേ. സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറുർ റുഅബ, സത്യനിഷേധികളുടെ ഹൃദയത്തിൽ ഞാനൊരു ഭയമങ്ങ് ഇട്ടുകൊടുക്കുന്നതാണ്, ഞാനൊരു പേടി അങ്ങ് ഇട്ടുകൊടുക്കുന്നതാണ്. നിങ്ങളെ കാണുമ്പോ അവർക്ക് വല്ലാത്ത പേടി തന്നെയാണ്. അവരുടെ ഹൃദയത്തിൽ ഞാൻ പേടിയിട്ട് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, മുത്തുനബിക്കെതിരെ സംഘടിച്ച സൈന്യത്തെ, അനുചരന്മാരെ നശിപ്പിക്കാൻ ഒരുങ്ങിയ സൈന്യത്തെ ഫളിരിബൂ ഫൗഖൽ അഅനാഖ്, അവരുടെ പിരടിക്ക് നിങ്ങൾ വെട്ടിക്കോ. മാത്രമല്ല വളിരിബൂ മിൻഹും കുല്ല ബനാൻ, അവരുടെ വിരൽ തുമ്പുകൾ ഛേദിച്ചോ. എന്നിട്ട് ശത്രുപടയെ രണഭൂമിയിൽ നിന്ന് അട്ടിയോടിക്കണേ. ഇത് കേൾക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇസ്ലാം ഈ രൂപത്തിലുള്ള രക്തച്ചൊരിച്ചിലുകൾക്ക് ആഹ്വാനം നൽകുന്നു എന്നാരും വിചാരിക്കണ്ട. യുദ്ധം എപ്പോഴാണ് ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ യുദ്ധം എപ്പോഴാണ് അനുമതി നൽകിയിട്ടുള്ളത്? എല്ലാം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഖുർആനിൽ വളരെ കൃത്യമാണ്. മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണാധികാരിയുടെ നേതൃത്വത്തിലല്ലേ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ തന്നെ പോരാടേണ്ടത്. പക്ഷേ ഇന്ന് ഇസ്ലാമിന്റെ പേര് പറയുന്ന ആളുകൾ തന്നെ എന്തു ചെയ്യുന്നു? നിയമം കയ്യിലെടുത്തുകൊണ്ട് ഓരോരുത്തർക്കും തോന്നുന്ന രൂപത്തിൽ കൈവെട്ടുവാനും അതുപോലെ തന്നെ പിരടി ഛേദിക്കുവാനുമൊക്കെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥങ്ങളെ വളച്ചൊടിച്ചിട്ട് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ ലോകത്ത് ധാരാളമുണ്ട്. അവര് ഖുർആനിനെ പ്രവാചക ചരിത്രത്തിലൂടെ, അനുചരന്മാരുടെ മാതൃകയിലൂടെ, സലഫിന്റെ പാതയിലൂടെ വായിച്ചു മനസ്സിലാക്കി പഠിക്കാത്തതിന്റെ തകരാറ് തന്നെയല്ലേ ഇന്ന് ലോകത്ത് സംഭവിച്ചത്? എന്റെ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഈ രണഭൂമിയിലതാ ഏകദേശം 14ഓളം മുസ്ലിമീങ്ങൾ ഏറ്റുമുട്ടുന്ന നേരത്ത് ബദറിൽ മരിച്ചു വീഴുകയാണ്. ശത്രുക്കൾ അതിന്റെ ഇരട്ടിയായി മരിച്ചു വീണിട്ടുണ്ട്. ഇങ്ങനെ ഈ ബദറിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങൾക്കല്ലേ നമ്മൾ ബദരീങ്ങൾ എന്ന് പറയുന്നത്? മുസ്ലിമീങ്ങളിൽ തന്നെ പലരും വിചാരിച്ചിട്ടുള്ളത് ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഒരാളാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ബദരീങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചവരുണ്ട്. അവർക്ക് അബദ്ധം പറ്റി. 300 ചില്ലാനം പേരടങ്ങുന്ന ആ സ്വഹാബിമാരുടെ നേതാവായ, മുസ്ലിമീങ്ങളുടെ നേതാവായ, നമ്മുടെ ജീവന്റെ ജീവനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ ബദരീങ്ങളുടെ നേതാവ്.
ആ നേതാവടക്കമുള്ള ബദറിൽ പങ്കെടുത്തവർക്കല്ലേ നമ്മൾ ബദരിയൂൻ എന്ന് പറയുന്നത്, ബദരീങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാമിൽ അവർക്കുള്ള സ്ഥാനം എന്താണ്? ചിലർ പറയുന്നു, ചില ആളുകൾക്ക് ബദരീങ്ങളോട് ബഹുമാനമില്ല, അവരോട് ആദരവില്ല, അവരെ പുച്ഛിക്കുകയാണ്, അവരെ പരിഹസിക്കുകയാണ് എന്ന് ചില ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വൈരികളും ഇതിനെ ശരിയായി മനസ്സിലാക്കാത്ത ആളുകളും പ്രചരിപ്പിക്കാറുണ്ട്. എന്താ ബദരീങ്ങൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം? നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ബദരീങ്ങൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം മഹനീയമാണ്. അവരെ ആദരിക്കേണ്ടതുണ്ട്, അവരെ ബഹുമാനിക്കേണ്ടതുണ്ട്. അവരെ ഒരിക്കലും ചീത്ത പറഞ്ഞുകൂടാ, അവരെ ഒരിക്കലും പരിഹസിച്ചുകൂടാ. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ തന്നെ, മുത്തുനബിയിലൂടെ തന്നെ അതാ വിവരം അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. ബദരീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് സന്തോഷ വാർത്ത എന്നോ? ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് വജബത് ലക്കുമുൽ ജന്ന. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. എന്താ അവിടെ ഉള്ളത്? എന്താ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? ബദരീങ്ങളുടെ പോരിശയാണ്, ബദറിൽ പങ്കെടുത്തവരുടെ പോരിശയാണ്. ഖദ് ഗഫർതു ലക്കും യഅമലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോ. ഫഖദ് വജബത് ലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം സുനിശ്ചിതമായിരിക്കുന്നു, നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് തന്നെ. മറ്റൊരു റിവായത്ത് പ്രകാരം ഖദ് ഗഫർതു ലക്കും, അല്ലാഹു തന്നെ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ്, നിങ്ങൾക്കതാ അല്ലാഹു സർവ്വതും പുറത്തു തന്നിരിക്കുന്നു. നിങ്ങൾ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾ, അവർക്ക് അല്ലാഹു പാപം പുറത്തു കൊടുത്തിട്ടുണ്ട്, അവരെ അല്ലാഹു സ്വർഗത്തിന് അർഹരാക്കിയിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? പിൽക്കാലത്ത് വന്ന പലരും ബദരീങ്ങളെ കുറിച്ച് പുച്ഛിച്ചു പറഞ്ഞപ്പോ സഹാബിമാര് തിരുത്തിയ സംഭവങ്ങൾ പലതും നമുക്ക് കാണാം. നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? ബദരീങ്ങളെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത്? ബദറിൽ പങ്കെടുത്തവരെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത്? പാടില്ല കേട്ടോ, പറഞ്ഞു പോകരുത് കേട്ടോ. ഫഖദ് വജബത് ലക്കുമുൽ ജന്ന, അല്ലാഹു അവർക്ക് സ്വർഗം നൽകി ആദരിച്ചിരിക്കുകയാണ്. അവരുടെ ബഹുമതി എത്രയാണ്, അവരുടെ പ്രത്യേകത എത്രയാണ്. അല്ലാഹുവിന്റെ റസൂല്, ബദരീങ്ങളടക്കം അവിടുത്തെ അനുചരന്മാർ, മുത്തുനബിയുടെ അനുചരന്മാർ, ഒരൊറ്റ സഹാബിയെയും ചീത്ത പറയുന്ന ഏർപ്പാട് ഈമാനുള്ളവർക്ക് കഴിയുമോ? ഈമാനുള്ളവർക്ക് കഴിയുമോ? നോക്കൂ നിങ്ങൾ, ഇന്ന് ലോകത്ത് റസൂലിന്റെ സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന ഷിയാക്കളില്ലേ? നിങ്ങൾ നോക്കൂ, ഇറാനിലേക്ക് കടന്നു ചെന്നാൽ ഇസ്ലാമിന്റെ വൈരികളായ ലോകത്ത് മുസ്ലിം സമുദായം രണ്ടായി പിളർന്നപ്പോൾ ഒരു ഭാഗത്തതാ അഹ്ലുൽ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന സുന്നികളും, മറുഭാഗത്തതാ ഷിയാക്കളെ ഷിയത്ത് എന്ന പേരിൽ അറിയപ്പെട്ട ഷിയാക്കളും വേർതിരിവുണ്ടായപ്പോ എന്തു ചെയ്തു എന്നറിയുമോ? ഷിയായിസത്തിന്റെ ആളുകളതാ അല്ലാഹുവിന്റെ റസൂലിന്റെ പുന്നാര സ്വഹാബിമാരെ ചീത്ത പറഞ്ഞില്ലേ? അവര് തെറി വിളിച്ചില്ലേ? അബൂബക്കറും ഉമറും അവര് രണ്ടുപേരും കാഫിറുകളാണ്. മഅദല്ലാഹ്, ആ ഇസ്ലാമിന്റെ നേതാക്കന്മാരെ കാഫിറുകൾ എന്ന് പരിചയപ്പെടുത്തിയില്ലേ? മുത്തുനബിയുടെ പത്നിയായ ആയിഷമ്മയെ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞതെന്ത്? ആയിഷമ്മ അവരും കാഫിറായി പോയെന്ന് പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ബദരീങ്ങളടക്കം ഒരൊറ്റ സ്വഹാബിയെയും ചീത്ത പറയുന്ന ഏർപ്പാട്, ഒരൊറ്റ സ്വഹാബിയെയും മഹത്വം താഴ്ത്തി പറയുന്ന ഏർപ്പാട്, അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തി പറയുന്ന ഏർപ്പാട് മുസ്ലിമീങ്ങൾക്ക് പാടില്ല. റസൂലുള്ളാഹി പറയുകയാണ്, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ അനുചരന്മാരെ നിങ്ങൾ ഒരിക്കലും ചീത്ത വിളിക്കല്ല, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത വിളിക്കല്ല. ഫവല്ലദീ നഫ്സി ബിയദിഹി ലൗ അൻഫഖ അഹദുക്കും മിസ്ല ഉഹുദിൻ ദഹബാ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു. സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള സർവ്വ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എന്റെ അനുചരന്മാരെ നിങ്ങൾ തെറി വിളിക്കരുത്. ഫവല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ, എന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ, എന്റെ റബ്ബിനെ തന്നെയാണ് സത്യം കേട്ടോ. ലൗ അൻഫഖ അഹദുക്കും മിസ്ല ഉഹുദിൻ, നിങ്ങളിൽ ഒരാൾ മദീനയിലെ ഉന്നതമായ ഉയർന്നു നിൽക്കുന്ന ഉഹുദ് പർവ്വതത്തോളം ചിലവഴിച്ചാൽ പോലും, ഉഹുദ് പർവ്വതത്തോളം ദാനം ചെയ്താൽ പോലും, എന്ത് ദാനം ചെയ്താൽ, സമ്പത്ത് തന്നെ, അത് എന്ത്
സമ്പത്ത് ദാനം ചെയ്താൽ നിങ്ങൾ സ്വർണം തന്നെ ദാനം ചെയ്താലും മാ ബലഗ മുദ്ദ അഹദിഹിം, എന്റെ സ്വഹാബിമാരിൽ ഒരാൾ ഒരു മുദ്ദങ്ങ് ചിലവഴിച്ചിടത്തേക്ക് എത്തില്ല കേട്ടോ. മുദ്ദ് പോകട്ടെ, വലാ നസീഫഹു, അതിന്റെ പകുതി വരെ എത്തില്ല കേട്ടോ. അതുകൊണ്ട് അവരെ തെരുവിളിക്കാൻ, അവരുടെ മഹത്വം മികഴ്ത്തി പറയാൻ, അവരുടെ പോരിശ താഴ്ത്തി പറയാൻ നിങ്ങൾക്ക് എന്തർഹതയാണെന്നല്ലേ നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നിട്ടും അതാ ഇവിടുത്തെ ജമാഅത്തുകാരൻ പരിഭാഷപ്പെടുത്തിയില്ലേ, സാമൂഹ്യനീതി ഇസ്ലാമിൽ എന്ന് പറയുന്ന അൽ അദാലത്തു ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിലെ പരിഭാഷ കൊടുത്തില്ലേ. പരിഭാഷയിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ സ്വജനപക്ഷപാതി എന്ന് എഴുതി വിട്ടിട്ടില്ലേ. നമുക്കിത് ചെയ്യാവോ? നമുക്കിത് പാടുണ്ടോ? ആ മഹാനവറുകളുടെ തഖ്വ നമുക്കറിയുമോ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതാബോധം നമുക്കുണ്ടോ? ഇല്ല എന്റെ സഹോദരന്മാരെ. ഖബർ കണ്ടാൽ പൊട്ടിക്കരയുന്ന മഹാനവറുകളാണ്. ലേ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാരിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ കരഞ്ഞു പോകുകയാണ്, പൊട്ടിക്കരഞ്ഞു പോകുകയാണ്. ജനങ്ങൾ ചോദിക്കുന്നു, അല്ല മഹാനവറുകളെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഖബർ കാണുമ്പോ കരയുന്നത്? സ്വർഗത്തെ ഓർത്ത് നിങ്ങൾ കരയുന്നില്ലല്ലോ, നരകത്തെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടുന്നില്ലല്ലോ. നിങ്ങളുടെ താടിരോമങ്ങളിൽ അതാ കണ്ണുനീരുറ്റി വീഴുമാറ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്തെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഈ എഴുതി വെച്ചവനതറിയുമോ? അത് പരിഭാഷപ്പെടുത്തിയവനതറിയുമോ? മഹാനവറുകൾ എന്താണ് കൊടുത്തത്? അവിടുന്ന് കൊടുത്ത മറുപടി, എന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നല്ലോ, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. നാളെ ആഖിറത്തിലേക്ക് ഒരാൾ പോകുമ്പോ, ഇവിടെ മരണം കൈവരിച്ചുകൊണ്ട് ആഖിറത്തിലേക്കുള്ള യാത്ര തുടരുമ്പോ ഒന്നാമത്തെ ഇടത്താവളം ഖബറല്ലേ. അവിടെ രക്ഷയുണ്ടല്ലോ, അവിടെ ശിക്ഷയുണ്ടല്ലോ. അവിടെ ഒരാളങ്ങ് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവന്റെ കാര്യം എളുപ്പം തന്നെ. എന്നാൽ അവിടെ തന്നെ പ്രയാസമാണ്. അവന്റെ വാരിയെല്ലുകൾ ഞെരുങ്ങുന്ന രൂപത്തിൽ ഖബറതാ ഇടുങ്ങിപ്പോകുകയാണ്. അവിടെ വലിയ കൊടിയമായ ശിക്ഷ ലഭിക്കുകയാണ്. അവന്റെ കാര്യം ആഖിറത്തിൽ പറയാനുണ്ടോ? ഇതോർത്ത് പൊട്ടിക്കരയുന്ന മഹാനവറുകളെ സംബന്ധിച്ച് എഴുതി വെച്ചതെന്താ? സ്വജനപക്ഷപാതി എന്ന് എഴുതിയില്ലേ? എന്റെ മുസ്ലിമീങ്ങളെ, ഈ റമദാനിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്കിത് പറയാൻ പാടുണ്ടോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണെന്ന് പറഞ്ഞ മുസ്ലിം നാമധാരികളില്ലേ, പറയാൻ കഴിയുമോ? പുന്നാര നബിയുടെ കൂടെ ഏതേത് സന്ദർഭങ്ങളിലും അവിടുത്തെ സന്തത